അങ്ങനെ ഫൈനലി ഒരു നല്ലൊരു എന്റർടൈനർ മലയാള സിനിമയിൽ നിന്ന് വന്നിരിക്കുകയാണ്. ദാറ്റ് ഇസ് ബ്രൊമാൻസ്. നല്ലൊരു പ്യുവർ ഫൺ എന്റർടൈനർ. കുറെ ചിരിച്ച് രസിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു ഫൺ റൈഡ്. 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് ഈ സിനിമയുടെ റൺ ടൈം. ആ ഒരു ഹോൾ റൺ ടൈം ഒരു രീതിയിലും ബോറടിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു കിട്ടിലൻ സ്ക്രീൻ പ്ലേ എഡിറ്റിംഗ്. ഫാസ്റ്റ് കട്ട്സ് ആണ്. അരുൺ ഡി ജോസ് എന്ന ഡയറക്ടറിന്റെ എൻഡിൽ നിന്ന് പോലും കംപ്ലീറ്റ്ലി ഒരു പുതുമയാണ് ഫീൽ ചെയ്തത്. ആളുടെ വർക്ക്സ് മോസ്റ്റ്ലി സ്ലോ റിയലിസ്റ്റിക് ആയ ഫൺ എന്റർടൈനേഴ്സ് ആയിരിക്കും. ഇത് വളരെ ഫാസ്റ്റ് ആയി പോകുന്ന ഒരു ജെൻസി എന്റർടൈനർ. ഒരു രീതിയിൽ നമുക്ക് റെസ്റ്റ് തരാത്ത രീതിയിലുള്ള എഡിറ്റിങ്ങും ഇതിന്റെ സ്ക്രീൻ പ്ലേയിലെ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെ. അവരുടെ ക്യാരക്ടർ ചേഞ്ചോ ബിഹേവിയർ ചേഞ്ചോ നമുക്കൊന്നും എക്സ്പെക്ട് ചെയ്യാനോ നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല. എനിക്ക് പഴയ വൈശാഖ് സിനിമകളൊക്കെ ഓർമ്മ വന്നു. സീനിയേഴ്സ്, കസിൻസ്, സൗണ്ട് തോമയൊക്കെ. ഇനി ടോക്കിംഗ് അബൌട്ട് ദ ക്യാരക്ടറൈസേഷൻ, എനിക്ക് ക്യാരക്ടറൈസേഷൻ ആണ് ഒരു ഭയങ്കര ഒരു ഹീറോയിക് ആക്ട് പ്ലേ ചെയ്ത പോലെ ഒരു തോന്നിയത്. ഇതിൽ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സിനെ എഴുതിയിരിക്കുന്ന രീതി, അവരെന്തൊക്കെ കോമഡി സംഭവങ്ങൾ കാണിച്ചോട്ടെ, എന്തൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ചോട്ടെ, അവർക്കൊക്കെ ഒരു ഹ്യൂമാനിക് സോഫ്റ്റ് സൈഡ് ഉണ്ട്. എല്ലാവർക്കും ഒരു വ്യക്തിത്വം ഉണ്ട്. എല്ലാവർക്കും ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ട് എങ്ങനെ ബിഹേവ് ചെയ്യണേൽ. അത് നമുക്കൊരു പെർട്ടിക്കുലർ കണക്ഷൻ ആവും ഇതിൽ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ് ആയിട്ട്. ആൻഡ് ഇതിൽ സൂപ്പർ ക്യാരക്ടേഴ്സിനെ ലൈവ്ലി ആക്കി ഇതിൽ അടിപൊളി അമേസിംഗ് കാസ്റ്റ് ആണ്. മാത്യു തോമസ് വളരെ മെച്ചുവേർഡ് ആയിരുന്നു. ആൻഡ് ആ ഒരു ക്യാരക്ടർ വളരെ പക്കയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സംഗീത് പ്രതാപും പ്രേമലുവിലെ ക്യാരക്ടറിന് ഓർമ്മ വരും, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അർജുൻ അശോകൻ സാറ്റിസ്ഫൈങ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കലാഭവൻ ഷാജോൻ, മഹിമ നമ്പ്യാർ ഷൈൻ ചെയ്യണത് അവർ അടിപൊളിയായിട്ട് ഷൈൻ ചെയ്ത് പോയിട്ടുണ്ട്. ശ്യാം മോഹൻ, ബിനു പപ്പു അവരും രസമായിരുന്നു. ഇതിലെ ആക്ഷൻ സീക്വൻസസ്, എസ്പെഷ്യലി ക്ലൈമാക്സിലെ ആക്ഷൻ സീക്വൻസ് വളരെ ഫൺ ആൻഡ് രസമായിട്ട് എടുത്തിട്ടുണ്ട്. വിഷ്വൽസ് കൊള്ളായിരുന്നു. ഓപ്പണിംഗ് ക്രെഡിറ്റ്സിലെ ആനിമേഷൻ വർക്ക് വളരെ രസമായിരുന്നു. വിഷ്വലി വളരെ സാറ്റിസ്ഫൈങ് ആയിരുന്നു അതൊക്കെ. ഇനി നെഗറ്റീവ്സിലോട്ട് കടക്കുവാണെങ്കിൽ ഇതിലെ ഡയറക്ടറിന് അർജുൻ അശോകനെ മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്ന് പോലൊരു ഫീൽ തോന്നും. എസ്പെഷ്യലി ക്ലൈമാക്സിൽ ഭയങ്കര ഓവർബോർഡ് ആയിരുന്നു. എന്ത് തോന്നിവാസം വേണമെങ്കിൽ കാണിച്ചോ എന്ന് വെച്ചാൽ എന്ന് പോലെ അഴിച്ചു വിട്ട ഒരു ഫീലാണ് കിട്ടിയത്. പിന്നെ മാത്യു തോമസിന്റെ ക്യാരക്ടർ ഇതിൽ ഭയങ്കര ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെ 2-3-4 സീക്വൻസിന് കാണിക്കുന്നുണ്ട്. അതിൽ ഒരു സീക്വൻസിലും കുറച്ചായിരുന്നെങ്കിൽ നമുക്ക് റിപ്പീറ്റേറ്റീവ് ഫീൽ കിട്ടില്ലായിരുന്നു. ഓവറോൾ നല്ല രസമായിട്ട് കണ്ട് എൻജോയ് ചെയ്ത് ഒരു റൈഡ് തന്നെയാണ് ബ്രൊമാൻസ്.